everybody, welcome back to my channel. ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദനയുടെ ബർത്ത്ഡേ വരാൻ പോവാണ് ഈ 28 ഒക്ടോബർ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെയ്യാനാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. നടക്കുമെന്നറിയത്തില്ല. ഞാനിപ്പോൾ രാവിലെ റെഡിയായി ഇറങ്ങാൻ പോവാണ്. എറണാകുളത്താണ് അവളുടെ വീട്. അപ്പോൾ ഞാൻ മെട്രോ കയറി എറണാകുളം സൗത്തിൽ പോവും. അവിടെ നിവേദയും ദേവികയും എത്തും. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി എന്താണ് സർപ്രൈസ് പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞുതരാം. സോ വെൽക്കം ടു മൈ വ്ലോഗ്. സോ എക്സൈറ്റഡ്. നന്ദന എവിടെന്നാ വന്നതെന്ന് അറിയത്തില്ല. നന്ദന എപ്പോഴും ജോ മാർട്ടിൽ വരാറുണ്ട്. അപ്പോൾ ജോ മാർട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വിടാനായിട്ട് നന്ദനയുടെ അമ്മേനോട് പറഞ്ഞു. അപ്പോൾ അവളിപ്പോൾ സാധനം വാങ്ങിക്കാൻ ജോ മാർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവു മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. നീവു വൈറ്റ്ബേയിൽ എത്തിയെന്നാണ് പറഞ്ഞത്. ജോ മാർട്ടിൽ നമ്മൾ സർപ്രൈസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അറിയത്തില്ല നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ലേ? ഇങ്ങോട്ട് നീങ്ങി. നന്ദു ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന ആൻറ്റി വിളിച്ച് പറഞ്ഞു. നമ്മൾ ഇവിടെ നിൽക്കും. അവൾ പ്രതീക്ഷിക്കത്തില്ല ഒട്ടും എന്നാണ് എൻ്റെ വിചാരം. തോന്നുന്നു. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. നന്ദു വന്നു ഗൈസ്. ആൻറ്റിക്കറിയാം. അതമ്മ അറിഞ്ഞ ആദ്യം ഇവിടെ നിന്നിവിടെ വിടാൻ പറഞ്ഞേ. ബാസ്കറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അമ്മ എന്തൊരു ആക്ടിങ് ആയിരുന്നു. ഞാൻ ഇപ്പൊ വീട്ടിൽ ചെല്ലുന്നു പറഞ്ഞ വീട്ടിലൊന്നും ചെയ്യില്ല. അല്ല ഇങ്ങോട്ട് സാധനം വാങ്ങാം. പിന്നെ അമ്മയുടെ ആരോ എന്തോ പേപ്പറും കൊണ്ടുവരും. വരൂലേ? എന്നാലും ഒരു വാക്ക് പറഞ്ഞോളെ. ഹാപ്പി അഡ്വാൻസ് ബർത്ത്ഡേ ടു യു. മറ്റേ ആളറിഞ്ഞില്ല. ഞങ്ങളതുകൊണ്ട് സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ റെഡിയായി വരും.
സവാള വാങ്ങിക്കണില്ലേ? അങ്ങനെ ഈ വരൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനൊക്കെണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ആൻറ്റി ആയിട്ട് പ്ലാൻ ചെയ്ത് ഇവിടെ ആക്കി. ഇത് എത്ര ദിവസത്തെ പ്ലാനിങ്? അപ്പൊ അമ്മ അറിഞ്ഞാ പിന്നില്ലേ, ഞങ്ങൾ ഇതിന് മുമ്പത്തെ ആഴ്ച വരാമെന്ന് വിചാരിച്ച. അപ്പം മറന്നു, നമ്മൾ മറന്നില്ലേ. എത്ര നാളായി കണ്ടിട്ട്. എന്താ വൈകി ഇതാ പറയാം. ഞാൻ പറയുന്നത് ഞാൻ 8 മണിക്ക് ഇറങ്ങിയാൽ ഇവിടെ പിന്നെ അച്ഛനോട് 8:45 കൊള്ളും. നീ കടയില്ലേ ഇത്രയും കൂതറായിട്ടാണ് കടയിൽ പോണത്, അതറിയോ? അങ്കിളുടെ അടുത്ത് നിന്ന് എന്താണ് വാങ്ങിക്കണ്ടേ? അതൊന്ന് ചുമ്മാ അറിഞ്ഞാണെന്നോ. നമ്മളിപ്പോ നന്ദുവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്ദുവിന്റെ വീട് അറിയാഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കാനത്. ഇനിയിപ്പോ ചെയ്യാം. ഇത് വീഡിയോ എടുക്കണം. കല്യാണത്തിന് പോണ കണക്ക് തന്നെ പോകണം. എനിക്ക് എപ്പോഴൊന്നും ക്ലിക്കായില്ല, ഒന്നും തോന്നിയില്ല. സാധാരണ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു ഹിന്റ് തരാറുണ്ട്, ഒരു എക്സ്പ്രഷൻ വെച്ചാ. ഞങ്ങൾ കൊറേ പ്രാവശ്യം പറയില്ലേ. സ്തംഭിച്ചു. എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇത്രയും നാളായിട്ട് എറണാകുളത്ത് വന്നതിന് ശേഷം ഏറ്റവും വലിയ
ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയ ഒരു ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും 15ാം വയസ്സിലെ ബർത്ത്ഡേ ആയിരിക്കും കുറച്ചും കൂടി, പക്ഷെ നന്ദന തന്നെ സംഗീത സംവിധാനം ചെയ്ത് സംവിധാനം എല്ലാം നിർവഹിച്ച നന്ദനയുടെ പറ. പിന്നെ ആര് പാടും? കൊള്ളു. ചിതറിത്തെറിച്ചതിന്നെന്തേ മായുന്ന മഞ്ഞിലും മറയാത്ത പക്ഷികൾ ചിറകറ്റു പോയതിന്നെന്തേ. അതിനൊന്നും കൊള്ളൂല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നന്ദനയുടെ നല്ല മനോഹരമായ കവിതയൊക്കെ കേട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ വിളക്കിയത് കിടക്കാം. നമ്മളിപ്പോൾ എറണാകുളത്തുനിന്ന് എടപ്പള്ളിയിലേക്ക് പോവാണ്, ലുലു മാളിലേക്ക്. നമ്മൾ കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കണം പോണം. ഒരു വർഷത്തെ 28 വർഷത്തെ എന്റെ കാത്തിരിപ്പാന്ന് പറയണ നമ്മുടെ എടപ്പള്ളി സ്റ്റേഷൻ പ്ലാനിങ് ആണ് നടക്കുന്നത്. പോവാനായിട്ട് ഇത്രയും നിങ്ങളും കൂടി നമ്മളെവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് നോക്കുന്നു. 200 രൂപ വേണോ? അതല്ലേ തന്നെ. നന്ദനയുടെ ചെലവാണ്. അവരോട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ടാക്കാൻ പറയാം. പിന്നെ അവൾക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യണേ.
ഇവിടെ അങ്ങനെ ചെറിയ ബോക്സിൽ ഓരോ പേസ്ട്രീസ് ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിക്കണം. ഒരു 50 റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളൂ. അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മറ്റേ നമ്മൾ ഈ സാധനമാണ് വാങ്ങിക്കാൻ പോകുന്നത്. സർപ്രൈസ്. കാലുവേന എടുക്കണം ഉദ്ദേശിച്ചത്. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. മലയാളം കാലുവേന പിന്നെ മലയാളം അല്ലല്ലോ. അവർ രണ്ടുപേരും കൂടി അവിടെ ഫുഡ് വാങ്ങിക്കാൻ പോയേക്കണേണ്. 199 കോംബോ. ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് 199 കോംബോ. പക്ഷേ ഇതാണ് അറിയാം. പക്ഷെ അതിനകത്ത് വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് പറ്റിക്കപ്പെട്ടു ചെറുതായിട്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച ആ ഒരു പേസ്ട്രി പോലത്തെ സംഭവം അത് നന്ദു അറിഞ്ഞിട്ടില്ല. നമ്മൾ സർപ്രൈസാണ്. അവൾ ഇനി ഇവിടെ വന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളിതെടുത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ അവൾ സർപ്രൈസ് ആവും. അതാണ് നമ്മുടെ പ്ലാൻ. കണ്ടില്ല കണ്ടില്ല ഇത് നീ നോക്കണേ. സർപ്രൈസ് ആണ്. അതൊന്ന് കാണാം. കരച്ചില്ല. നോക്കാനോ നമുക്ക്. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എടി നാട്ടിക്കോ ബർത്ത്ഡേ ട്വിൻസേ. ഓക്കെ ഓക്കെ. അതല്ല 28-ാം തീയതി ബർത്ത്ഡേ ഉള്ള നീ എന്താണ് 26-ാം തീയതി ഇവിടെ കാണിക്കണേ? നിങ്ങളെന്താ 26 നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് എവിടെയെന്ന് അറിയാണ്ട് അലഞ്ഞിരിഞ്ഞ് നടക്കണേണ്. വന്നപ്പോൾ ഒരു കുളത്തിനങ്ങാട്ട് വന്നു. പറയത്തില്ല വഴി. നമ്മൾ അവസാനം എൻട്രൻസ് കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ മെട്രോ കയറി തിരിച്ച് പോവാൻ പോവാണ്.
നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക്